ഇനി ഒരു രസകരമായ ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ് കേട്ടോ. തിരുവനന്തപുരം ആക്കുളത്തെ ഒരു ടർഫിലേക്കാണ്. സാധാരണ ടർഫിൽ എത്തുന്നത് ആവേശത്തോടെയൊക്കെ നല്ല മത്സരിച്ചൊക്കെ കളിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? പക്ഷേ ഈ തിരുവനന്തപുരം ആക്കുളത്തെ ടർഫിലേക്ക് എത്തിയ ഒരു അതിഥി ഒപ്പിച്ച പൊല്ലാപ്പാണ് ഇനി കാണാൻ പോകുന്നത്. ടി.എസ്. ഹരികൃഷ്ണയാണ് നമ്മുടെ ഉള്ളത്. ഹരി ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ ഹരി ഇത് അയച്ചു തന്നപ്പോഴേ തന്നെ നല്ല രസം തോന്നി. അപ്പോൾ ഹരി ഇവിടെ പോയി കളിച്ചിട്ടുള്ളൊരു ടർഫ് കൂടിയാണല്ലേ? ആ പരിസര പ്രദേശമൊക്കെ ഹരിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് ചെറിയൊരു അണ്ണാന്റെ മുന്നിൽ പോലും പെട്ടുപോയാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. എങ്ങനെയാണ് ഇതിനെ ഒന്ന് പുറത്ത് ചാടിച്ചത് പിന്നെ? അതന്നെ ഞാൻ അതായത് എനിക്ക് ഫോണിൽ ഷെയർ ചെയ്ത് വന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. മാത്രമല്ല അപ്പോഴാണ് മനസ്സിലായത് ഞാൻ കളിച്ചിട്ടുള്ള ടർഫാണെന്ന്. അതായത് ആക്കുളത്ത് റൂഫ് ടോപ്പ് എന്നാണ് ഈ ടർഫിൻ്റെ പേര്. എൻ്റെ കൂടെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന നമ്മുടെ ദീപു ചേട്ടൻ്റെ അവരൊക്കെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു ടർഫാണ്. അപ്പോൾ അവിടെ പോയി ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ടർഫിനുള്ളിൽ ഇങ്ങനെ ഒരു അനുഭവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാച്ചിലൊക്കെ അല്ലെങ്കിൽ മറ്റ് മൈതാനങ്ങളിലാണെങ്കിലും നമ്മൾ കളിക്കുമ്പോൾ നായയൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്, അതിനെ ഓട്ടിച്ചു വിടുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അതും ടർഫിനുള്ളൊരു അണ്ണാറക്കണ്ണൻ വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അത് ഫോണിലെത്തിയപ്പോൾ അതാണ് ഞാൻ പൂജയ്ക്ക് അയച്ചു തന്നത്. ഇതിപ്പോൾ അവിടെ 2-3 ദിവസമായേ ഉള്ളൂ ഈ സംഭവം ഉണ്ടായിട്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ പരിസരത്ത് തന്നെ ഉള്ള അണ്ണാറക്കണ്ണനായിരിക്കും, ടർഫിൻ്റെ ഭാഗത്തും കാര്യമൊക്കെ ആയിരിക്കും അതിന് കൂടുള്ളത്. അങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്ത് കയറിയതാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരാൾ ആ വിഷ്വലിൽ കാണാം, ഒരാൾ ബക്കറ്റും കൊണ്ട് പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു സിനിമയിൽ, പറക്കം തളിക സിനിമയിൽ എലിയെ ഓട്ടിക്കുന്നത് പൂജയ്ക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അത് കാണുന്നത് പോലെ തോന്നി. മാത്രമല്ല ഒരുപാട് പേര് അവിടെ കളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ടർഫിനുള്ളിൽ എന്തായാലും നായൊന്നും കയറാൻ വഴിയില്ല. അപ്പോൾ ഈ അണ്ണാറക്കണ്ണം കയറിയതിൽ വളരെ കൗതുകം ഉണ്ടായി. ആ ഓട്ടിക്കുന്നത് നല്ല രസമുണ്ട്, ഒരു കോച്ചായിട്ട്, അതായത് ഓടാൻ പരിശീലിപ്പിക്കുന്നത് പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഒരു രസം തോന്നി. എന്തായാലും കൊള്ളാം, നല്ല രസമുള്ള വീഡിയോ. അതെ, അതുകൊണ്ടാണ് കോച്ച് അണ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തതോ. ഒരു എക്സസൈസ്, ഒരു വാമപ്പ് ഒക്കെ ആയി. എന്തായാലും നല്ല വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് കൂടിയാണ്, പ്രത്യേകിച്ച് ഹരിക്ക് അറിയാവുന്നത് കൂടി ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കണമെന്ന് ഞാൻ ആലോചിച്ചതും ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ശരി ഹരി.